So yesterday we were studying, in the previous class we were studying about rocks and all. Do you remember? We studied that the very beautiful Taj Mahal was built by using white marble, isn't it? And the rock which is around our field is very rough, but the marble is very soft, isn't it? And we studied that there are the three types of rocks. First one is igneous, and second one is sedimentary, and third one is metamorphic. Okay, so we were studying about igneous, and we studied that it is formed by the volcanoes. And do you remember the video that I shared? Volcanoes video? ഷെയർ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടു വാൽക്കാനോയിൽ നിന്നും ഈ പുറത്തേക്ക് വരുന്നത് ഉള്ളിലുള്ള റോക്സ് മെൽറ്റ് ചെയ്യും. കാരണം പ്രഷർ ആൻഡ് ഹീറ്റ്, ഡ്യൂ ടു ദ പ്രഷർ ആൻഡ് ഹീറ്റ് ഹെവി ആണ്. ചെറിയ പ്രഷറും ചെറിയ ഹീറ്റൊന്നും അല്ല, ടു ഹെവി ഹീറ്റും ഹെവി പ്രഷറും കാരണം റോക്സ് എല്ലാം മെൽറ്റ് ആയിട്ട് then it will come out, it will be sprayed out, and we studied that it won't be. റുബൈസേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ടൈമിൽ ഇവിടെ വർത്താനം പറഞ്ഞാൽ ഓക്കെ, അത് കുറെ നാളുകൾ കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. സോ ബിഫോർ ദ വാൽക്കാനോ കംസ് ഔട്ട് ഇറ്റ് വിൽ ഷോ ദ സിംറ്റംസ്, മീൻസ് ദ നേച്ചർ വിൽ ഷോ ദ സിംറ്റംസ്. പ്രകൃതി അതിന്റെ സിംറ്റംസ് കാണിക്കും, അതായത് വാൽക്കാനോ തുടങ്ങാൻ പോവുകയാണ് എന്ന്. എന്തിനായിരിക്കും ഈ സിംറ്റംസ് വരുന്നത്? ടു മൂവ് ദ പീപ്പിൾ ടു എ സേഫ് പ്ലേസ്. You know that it is very very hot. നമ്മൾ കണ്ടതാണ് ആ ലാവ, പുറത്തേക്ക് വരുന്ന ലാവ ഒരു വലിയ നദിയിലേക്ക് വീണാല്, വെള്ളത്തിലേക്ക് വീണാല് വാട്ടർ വിൽ ബോയിൽ, നദിയിലെ വെള്ളം പോലും തിളയ്ക്കും, അത്ര ചൂടാണ്. കണ്ടുവരുന്ന വീഡിയോ അല്ലേ? വെരി ഹോട്ട്. ഓക്കെ, see, igneous rocks, the word igneous means made from fire or heat. Igneous means what? Made from fire or very heat. വളരെ ചൂടിൽ നിന്നോ തീയിൽ നിന്നോ ഉണ്ടാക്കി എന്നർത്ഥം വരുന്നതാണ് igneous. Deep inside the earth in some areas it is so hot that even hard things like rocks melt. Molten rock is called magma. ഈ ഉരുകിയ കല്ലുകൾ, പാറ ഉരുകി വന്ന് ആ സാധനത്തിന് പറയുന്ന പേര്, ആ ഉള്ളിലുള്ള സാധനത്തിന് പറയുന്നതാണ് മാഗ്മ എന്ന്. നിങ്ങളെ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാകും അല്ലേ? Okay, sometimes the heavy rocks around the magma push it upwards towards the earth crust. The magma comes out through the weak point on the surface of the earth. So ഈ melted rock, അതായത് ഈ മാഗ്മയെ വേറെ ഉള്ളിലുള്ള മറ്റു റോക്സുകളെല്ലാം കൂടെ പുഷ് ചെയ്യും. കാരണം നമുക്കറിയാം കുറച്ച് വെള്ളം പോലെ ആയതിനെ മൂവ് ചെയ്യാൻ ഈസിയാണ് അല്ലേ? അതുകൊണ്ട് ഈ റോക്സ് വിച്ച് ഇസ് മെൽറ്റഡ് ഈസ് സംവാട്ട് ലിക്വിഡ്, കുറച്ച് എന്താ പറയണ്ടേ, കുറച്ച് വെള്ളം പോലെ ആയിരിക്കും ഇരിക്കുന്ന ഉരുകിയ പാറകൾ. അതിനെ കട്ടിയുള്ള വേറെ പാറകളെല്ലാം കൂടെ പുഷ് ചെയ്യും. then it will come out through the surface of the earth. അതായത് മണ്ണിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. പക്ഷെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല, നമ്മൾ കണ്ടു. നേരത്തെ തന്നെ പുകയും ഒക്കെ വരാൻ തുടങ്ങും അല്ലെ? ഭയങ്കര ചൂട് അനുഭവപ്പെടും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒറ്റ ആൾക്കാർ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടുന്ന് തങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ, അതായത് വീടൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല, വീട്ടിലുള്ള സമ്പാദ്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് they can move to another place. The place from where the magma escape to the surface of the earth is called volcano. Hot gases, ash, rocks and magma push their way out through the volcano. So ഈ അഗ്നിപർവ്വതത്തില് ഷഹബാസ് അങ്ങോട്ട് ഓടുന്ന വെരി ഗുഡ്, നല്ല മുഴുക്കം മറുപോട്ട് കഥ കടിച്ചിടുന്നുണ്ട്, ആരും കയറി വന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ. ഓക്കെ ഓക്കെ, ഈ സർഫേസ് അതായത് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയാണ് വരുന്നത്? റോക്സ്, മാഗ്മ അതായത് മെൽട്ടൺ റോക്സ്, അല്ലാത്ത റോക്സ്, പിന്നെ ഹോട്ട് ഗ്യാസ് ഭയങ്കര, ആഷ്, അങ്ങനെ കുറെ സാധനങ്ങൾ പുറത്തോട്ട്. വീഡിയോ ഓർമ്മയില്ലേ? ഭയങ്കര പുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ പുകയല്ലേ? നമ്മുടെ അടുപ്പത്തേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പോലെയാണോ? സോ മച്ച് അല്ലെ, ഒരുപാട് പുകയുണ്ടാകും. The magma escapes to the surface of the earth is called volcano. Hot gases, ash, rocks and magma push their way out through the volcano. The hot magma keeps flowing out of the top of the volcano in the form of a liquid called lava. അപ്പം ഈ സാധനം പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടു ഒഴുകി ഇറങ്ങി വരുന്ന തീ പോലെ അല്ലെ? പിന്നെ യെല്ലോയിഷ് കളർ. ശരിക്കും പറഞ്ഞാൽ അത് തീ തന്നെയാണ്. അതിന്റെ ഒരു കുറേ കിലോമീറ്റർ അടുത്ത് നമ്മൾ അങ്ങനെ നിന്നിട്ട് ദൂരെ നിന്നാൽ പോലും നമുക്ക് ചൂട് അനുഭവപ്പെടും.
അപ്പം നമ്മൾ പഠിച്ചു ഇറ്റ് സ്പ്രെഡ്സ് അപ് ടു 150 കിലോമീറ്റേഴ്സ് ആൻഡ് ഓൾ. 150 കിലോമീറ്ററോളം ദൂരത്തോളം അത് ഒഴുകി വരും. അത്രയും അത് സാധാരണഗതിയിൽ ഒരു കുന്നിൽ നിന്നേ ഇത് വരികയുള്ളൂ, നമ്മുടെ ലെവലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരികയല്ല. മരിയമോളെ അവിടെ ശരിക്കും ഇരിക്കണേ, എഴുന്നേറ്റ് നടക്കല്ലോ കേട്ടോ, അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകാം. ദ ഹോട്ട് മാഗ്മ ദാറ്റ് കീപ്സ് ഓൺ ഫ്ലോയിങ്, ഒഴുകും. ആ ഒഴുകുന്ന സാധനം ഓർമ്മയില്ലേ, ഒഴുകി വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ലാവ. അതിന് ലാവ എന്നാണ് പറയുന്നത്, ലാർവയല്ല. വാട്ട് ഇസ് ലാർവ? ലാർവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു യു റിമെമ്പർ വാട്ട് ഇസ് ലാർവ? ഹു ക്യാൻ സേ വാട്ട് ഇസ് ലാർവ? ലാർവ ആർക്കറിയാവുന്ന? ലാർവ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് കെ അറിയാവോ? മിസ് രണ്ട് തരത്തിലുള്ള ലാവ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ച ലാർവ, LARVA, ലാർവ. ഇത് ലാവ, LAVA. ആർക്കെങ്കിലും അറിയാം വാട്ട് ഈസ് ലാർവ? ഓക്കെ, അതുൽ ഈസ് റെഡി ടു ആൻസർ. പ്ലീസ് അതുൽ. പൂമ്പാറ്റയുടെ കുഞ്ഞ്. വെരി ഗുഡ്. ദി ബേബി ഓഫ് ബട്ടർഫ്ലൈ അല്ലേ? യങ് വൺ ഓഫ് ബട്ടർഫ്ലൈ ഈസ് നോൺ ആസ് ലാർവ. ഓർക്കുന്നില്ലേ? ലൈഫ് സൈക്കിൾ ഓഫ് ബട്ടർഫ്ലൈ എന്നുള്ളതിൽ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ലാവ, LAVA, ലാവ. ലാവ എന്ന് പറഞ്ഞാൽ ലാവയ്ക്ക് മലയാളം വാക്കൊന്നുമില്ല. ഞങ്ങൾ മലയാളത്തിലും അതിന് ലാവാൻ തന്നെ പഠിച്ചിട്ടുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പം പഠിച്ചതും ലാവാൻ തന്നെയാണ്. അതായത് അഗ്നിപർവ്വതം പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന ആ ദ്രാവക ലിക്വിഡ് ഫോമിലുള്ള സാധനത്തിനാണ് ഉരുകിയ പാറയെന്ന് നമ്മൾ വിളിക്കുന്ന പേര്. പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഉള്ളിൽ അതിനെ പറയുന്നത് മാഗ്മ എന്നാണ്. പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ലാവ. Okay, the lava begins to cool and slowly hardens to form solid rocks. Page number 138 എടുക്കണേ. അപ്പൊ ഇങ്ങനെ ഒഴുകി വന്ന് കുറെ നാൾ കഴിയുമ്പോൾ slowly it will becomes hardens. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് hardens. എന്താ എഡ്വിനെ? ഹാർഡാക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ. അതായത് പെട്ടെന്ന് ഒഴുകി വരുന്ന സമയത്തൊന്നും അത് ആകിയല്ലോ കേട്ടോ. കുറെ നാളുകൾ, ആഫ്റ്റർ മന്ത്സ്, കുറെ മാസങ്ങൾ കഴിയും. ഇത് വരുന്നത് പാറ ഉരുകിയ സാധനമാണ്, അതുകൊണ്ട് പാറ പോലെ തന്നെ ഇരിക്കും. കുറെ നാൾ കഴിഞ്ഞിട്ട് അതിന്റെ പിന്നെ സ്ലോ ആയിട്ട് അത് ഒഴുകിയത് പിന്നെ കട്ടിയാകാൻ തുടങ്ങുള്ളൂ. ആൻഡ് ഇറ്റ് ബിക്കംസ് റോക്ക്, അത് കല്ലുകളാകും. ദ സോളിഡ് റോക്ക് ഈസ് കോൾഡ് ഇഗ്നിയസ് റോക്ക്. ദ ഡിഫറെന്റ് ഇഗ്നിയസ് റോക്സ് ആർ ആസ് ഫോളോസ്. ഈ ലാവ ഉരുകി വരുന്ന ലാവ കട്ടിയായിട്ട് വന്ന അത് കുറെ നാളുകൾക്ക് ശേഷം റോക്ക് ആകും. ദീസ് റോക്സ് ആർ നോൺ ആസ് igneous rocks. Understand how igneous rocks are formed? From volcano, the lava which comes out slowly hardens and become rocks. This is known as igneous rocks. And there are many types of igneous rocks. ഇത് പല തരത്തിലുള്ള igneous rocks. ഈ ഷഹബാസ് ഷിസങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാല് ഈ കളിയും ചിരിയും മാത്രമേ ഉള്ളൂ അല്ലേ? അടങ്ങിയിരിക്കണേ, ക്ലാസ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കും കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഗ്രാനൈറ്റ്. കേട്ടോ, നമ്മുടെയൊക്കെ വീട്ടിലിരുന്ന ഗ്രാനൈറ്റ് ഇല്ലേ, ഫ്ലോറിനിടുന്ന ടൈൽസ്, മൊസൈക്ക്, ഗ്രാനൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഇത് ലാവ പണ്ടെന്നോ ഉണ്ടായ വാൽക്കാനോയുടെ ലാവയിൽ നിന്നുണ്ടാക്കിയ സാധനമാണ് കേട്ടോ. അപ്പൊ പേടിയോ? ഓക്കെ. When the magma cools slowly under the ground, it forms granite. Some beautiful temples in Tamil Nadu are made of granite. Grey or black granite is used for making strong buildings. Highly polished granite is used for flooring. നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ തറയിലൊക്കെ ഇട്ടിരിക്കുന്ന ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലാവയിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ കിട്ടുന്നതല്ല. മനസ്സിലായോ? മുഹമ്മദിന്റെ വീട്ടിലൊരു കുഞ്ഞു ജനലേ കയറി നിൽക്കുന്നു. ആ കുഞ്ഞിനോട് താഴെ ഇറങ്ങാൻ പറയാം, ചിലപ്പോ വീഴും മോനെ. ഓക്കെ, ശരി. നമ്മുടെ വീട്ടിലെ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നമുക്ക് ലാവയിൽ നിന്ന് കിട്ടിയതല്ല. ലാവയിൽ നിന്ന് കിട്ടുന്ന ഗ്രാനൈറ്റിന്റെ ചിത്രം മേളിൽ തന്നിരിക്കുന്നത് കണ്ടോ? ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ പേജ് നമ്പർ 138 ഫസ്റ്റ്. ഓക്കെ. And in Tamil Nadu and Karnataka and all, in many places many temples are made up of using these granites. അതായത് നമ്മളിപ്പോ ഇവിടെ ചെങ്കല്ല് ഉപയോഗിച്ച് നമ്മുടെ ഭിത്തികളൊക്കെ കെട്ടിപ്പൊക്കുന്നു അല്ലെ. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ചില അമ്പലങ്ങൾ, പഴയ കാലത്തെ അമ്പലങ്ങള് പാലസിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു. That has been made with this granites കൊണ്ടുണ്ടാക്കിയതാണ്. And nicely polished ones are used for flooring. ഇതിന്റെ
നന്നായിട്ട് പോളിഷ് ചെയ്തെടുത്ത സാധനമാണ് നമ്മുടെ ഫ്ലോറിന് ഇടുന്നത്. ഈ അത് രണ്ടും രണ്ട് തരത്തിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിലിടുന്ന ഫ്ലോറിന് തറയ്ക്ക് ഇടുന്ന അതാണ് ഹന്ന റോസ് ഇസ് ഷോയിങ്. ഒന്നുകൂടെ കാണിച്ച മോളെ ഹന്ന. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് സംവാട്ട് ബ്രൗണിഷ് ആണോ? ഇവിടെ ബ്രൗണിഷ് പോലെ കാണുന്നു, ഗ്രേ കളർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഗുഡ്. അപ്പം ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. ഓക്കെ, ആദ്യം ഏഞ്ചലിന്റെ ഓക്കെ. ആദ്യത്തെ എന്തായിരുന്നു? Why did you raise the hand to show the കാണിക്കാൻ വേണ്ടിയായിരുന്നോ? ക്യാമറ തിരിച്ചു പിടിക്കുക. അത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ഐ കാണ്ട് ഹിയർ മാൻ. ലാപ്ടോപ്പ് ആണ് അല്ലേ? ഓക്കെ, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ചരിക്കാൻ പറ്റത്തില്ലേ? ഇല്ല, നെറ്റ് പോകെങ്കിൽ വേണ്ട. ശരി, ഓക്കെ. അപ്പൊ നമ്മള് ഭിത്തിക്കും ഗ്രാനൈറ്റ് ഉപയോഗിക്കും. ആ ഭിത്തി കെട്ടുന്നതിന് അത് നമ്മള് നന്നായിട്ട് പോളിഷ് ചെയ്ത സാധനമല്ല, പക്ഷെ നന്നായിട്ട് പോളിഷ് ചെയ്ത സാധനം നമ്മള് ഓക്കെ ആദിത്യ സുനിൽകുമാറിന്റെയും ഗ്രാനൈറ്റ് സ്റ്റെയറിന്റെ ഒക്കെ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പം പോളിഷ് ചെയ്ത സാധനമാണ് നമ്മൾ ഈ തറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഭിത്തിക്ക് വേണ്ടിയിട്ട് അത്രത്തോളം നന്നായിട്ട് പോളിഷ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അത് കട്ടിയുള്ളതായിരിക്കും, ബിഗ് പീസസ് ആയിരിക്കും. നിങ്ങൾ ഈ ടി വിയിൽ പരസ്യം കണ്ടില്ലേ, ന്യൂ രാജസ്ഥാൻ മാർബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്? അപ്പൊ അത് ടൈലിന്റെ മാത്രമല്ല, ഭിത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മളുടെ ഇവിടെയൊന്നും നമ്മൾ വീടിന്റെ ഭിത്തിക്ക് വേണ്ടിയിട്ട് ഇത്തരം ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ കല്ല് ഉപയോഗിച്ച് തന്നെ നമ്മൾ കെട്ടുന്നത്. സിമെന്റ് കട്ടിയോ മറ്റേ എന്താ ചുമന്ന കളറുള്ള ചെങ്കല്ലില്ലേ, അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ബട്ട് ഇൻ സം ടെമ്പിൾസിന് തമിഴ്നാട് ആണ്ടുള്ള പഴയ കാലത്തെ കുറച്ച് ടെമ്പിൾസ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. When the magma cools slowly under the ground, it forms granite. Some beautiful temples in Tamil Nadu are made up of granite. Grey or black granite is used for making strong buildings. Highly polished granite is used for flooring. Next, Pumse. Pumse is a light grey or cream colored rock. Ana meli kanda രണ്ടാമത്തെ വെട്ടുകല്ല്. ഓക്കെ, രണ്ടാമത്തേത് കണ്ടോ? പുംസ് എന്ന് പറഞ്ഞ. ഓക്കെ, പുമിസ്. It is grey or cream colored rock. It has many tiny holes which are formed by gases trapped inside it at the time of formation. നോക്കട്ടെ, സ്ക്രീനിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോന്നേ? ഒരു ഇതെടുത്ത് നോക്കട്ടെ കേട്ടോ. ടീച്ചർ വാങ്ങിക്കുന്നേ ടീച്ചർ. ഇവിടെ ഒരു കല്ലിനെ കണ്ടോ നിങ്ങള്? മിസ് ഇത് മാർബിൾ അല്ലേ? മാർബിളാ? ഇങ്ങനത്തെ ബ്രഷ് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റോൺസ് കണ്ടിട്ടില്ല നിങ്ങള്? അതായത് സ്മോൾ ഹോൾസ് വിൽ ബി ദേർ, സോ എയർ വിൽ ബി ദേർ ഇൻ ദാറ്റ്. ഇങ്ങനത്തെ കല്ലുകൾ ഇങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ കല്ലുകളൊക്കെ. സൗണ്ട് കുറയ്ക്കേ. എന്നാ സൗണ്ട് കുറയ്ക്കാനാ?
കണ്ടിട്ടില്ല. Okay. So, pumice is a light gray or cream colored rock. It has many tiny holes, small holes were there, which are formed by gases trapped inside it at the time of formation. അതായത് ലാവയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ പിന്നെ ആ സമയത്ത് ചെറിയ ഹോൾസ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ അതിൽ കുടുങ്ങി കിടന്ന് ചെറിയ ഹോൾസ് ഉണ്ടാകും. റിഹാന്റെ കുഞ്ഞെ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യില്ല മോനെ. റിഹാനെ ആ കുഞ്ഞിനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ, ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ പറ കേട്ടോ. ഓക്കെ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ വെരി ക്വിക്ക് കൂളിംഗ് ഓഫ് ദ ലാവ. അതായത് ലാവ ഇങ്ങനെ കുറെ ദൂരോട്ട് ഒഴുകിയിട്ട് അധികം കട്ടിയില്ലാതെ വരുന്ന സ്ഥലത്ത് ദൂരം ഒഴുകി ചെല്ലുമ്പോൾ നമുക്കറിയാം the top part will be very thick and when it flowing last when it reaches there it will be very less, isn't it? Last എത്തുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വേഗം തണുക്കും കമ്പയർഡ് ടു ദ ടോപ്പ് വൺ. മേളിലുള്ളതിനേക്കാൾ കൂടുതൽ താഴ്ത്തത് തണുത്ത് ഇതാകും. ആ സമയത്ത് അത് പെട്ടെന്ന് തണുക്കുന്നത് കൊണ്ട് അതിന്റെ ഉള്ളിൽ എയർ കുടുങ്ങിയിട്ട് ചെറിയ സ്മോൾ ഹോൾസ് ഉണ്ടാകുന്നു. ഓക്കെ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ വെരി ക്വിക്ക് കൂളിംഗ് ഓഫ് ലാവ. Pumice is a very light. Dentists use powdered pumice for polishing the teeth. Okay. What is the use of this? So granite in the use of to construct the building and for the flooring and all we use it. But pumice is used to polish the teeth. പല്ല് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഈ കല്ല് ഉപയോഗിക്കുന്നതെന്ന്. നിങ്ങളൊക്കെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാറുണ്ടോ? പല്ലിലൊക്കെ കംപ്ലൈന്റ് വന്നു കഴിയുമ്പോ അവരുപയോഗിക്കുന്ന സാധനം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. കല്ല് മാത്രമല്ല കേട്ടോ, they may be using something else and all. Same. ഇനി ആരും പല്ല് ആക്കാൻ പറ്റില്ല, നമുക്ക് ഒരു കല്ലെടുത്ത് പോളിഷ് ചെയ്താൽ പോരെ അല്ലേ? ഓക്കെ. So dentists use powdered pumice for polishing teeth. It is also used to polish furniture, to clean floors and as a body scrubber. So what are the uses of pumice? To polish the teeth and to polish the furniture. വീട്ടിലെ സാധനങ്ങളൊക്കെ ഫർണിച്ചർ ഒക്കെ പോളിഷ് ചെയ്യാറുണ്ടോ? And then also it is used to clean the floors and as a body scrubber. Rihan, I am telling seriously, if you are sitting, sit properly. It is class time. Tell those two people to move from there. അവര് രണ്ടുപേരും അവിടുന്ന് പറഞ്ഞു വിട്ടേ. ക്ലാസ്സിൽ ഇരിക്കുവാണ്, മര്യാദയ്ക്ക് ഇരുന്നോന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. സോ ഇനി ഈ കല്ല് പിന്നെ നമ്മൾ ഈ കുളിക്കുന്ന സമയത്ത് കൈയൊക്കെ ഉരയ്ക്കുകയല്ലേ, കൈയും കാലും ദേഹമൊക്കെ ഉരയ്ക്കുമല്ലേ, ഉരയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. നമ്മൾ മറ്റൊരു സാധനം ഉപയോഗിച്ചു, എന്താ പറയുന്നത്, നെറ്റ് പോലത്തെ ഒരു സാധനം ചെളിയൊക്കെ വരച്ച് കളയാറില്ലേ? In some places people use these stones. മനസ്സിലായാ? നമ്മളൊന്നും കല്ല് ഉപയോഗിച്ച് ഉരയ്ക്കാറൊന്നുമില്ല അല്ലേ, നമുക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ഇല്ലേ. ബട്ട് ഇൻ സം പ്ലേസസ് പീപ്പിൾ യൂസ്. ഈ പുഴയുടെ തീരത്തൊക്കെയുള്ള സ്റ്റോൺസ് വളരെ സോഫ്റ്റ് ആയിരിക്കും. സം പീപ്പിൾ യൂസ് ദോസ് സ്റ്റോൺസ് ടു റബ് ദ body and while taking bath. Okay. Next one is basalt. Basalt and മേളിൽ കണ്ടോ ബസാൾട്ടിന്റെ ചിത്രം? Okay. Basalt is formed when the lava cools quickly and hardens above the ground. It is fine-grained rock made up of tiny crystals. And next one is basalt. Basalt is formed when the lava cools quickly. വേഗം അത് തണുത്തിട്ട് പിന്നെ അത് ഹാർഡ് ആവുന്ന സമയത്ത് ആൻഡ് above the ground. പെട്ടെന്ന് തണുത്ത് അത് ഹാർഡ് ആവുന്നു. ഈ പറഞ്ഞ നമ്മുടെ പുമീസ് പെട്ടെന്ന് ഇതാകും, പക്ഷെ അതിന്റെ ഉള്ളിൽ എയർ കുടുങ്ങിയിട്ടുണ്ടാകും. സോ സ്മോൾ ഹോൾസ് വിൽ ബി there. ഇവിടെ അങ്ങനെ ഹോൾസ് വരുന്നില്ല. ആൻഡ് ഫൈൻ ഗ്രൈൻഡ് റോക്ക് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി ക്രിസ്റ്റൽസ്. Next, obsidian. Obsidian looks almost like black glass. It is used to make tools. നാലാമത് നോക്കിയേ, obsidian. Obsidian is used when we look it looks like glass പോലെ തോന്നും. നോക്കുമ്പോഴൊക്കെ മേലോട്ട് നോക്കിയിരുന്ന അവിടെ റോക്സ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ.
So it is used to make tools. Tools ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് വൺ ഈസ് സെഡിമെന്ററി. സോ ഈ ലാവയിൽ നിന്നും ഉണ്ടാകുന്ന റോക്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ലാവ പിന്നീട് കൂൾ ഡൗൺ ചെയ്ത് നമുക്ക് ഉണ്ടാകുന്ന ഗ്രാനൈറ്റ്, പുമിസ്, ബസാൾട്ട്, ഒബ്സിഡിയൻ. നെക്സ്റ്റ് വൺ ഈസ് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് മീൻസ് flowing rivers carry soil, sand, piece of rock and clay into the sea. All these things settle at the bottom of the sea in the layers called sediment. Heavy sediments like rocks, pebbles and gravels make up the bottom layer. The lightest sediment, mud, forms the topmost layer. Sand settles between the two layers. നിങ്ങൾക്ക് ഇനി സീയിലേക്ക് പോകണ്ട. ഞാനൊരു റിവറിന്റെ കാര്യം തന്നെ പറയാം. സീയിൽ നമുക്ക് പോയിട്ട് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കാനൊന്നും പറ്റുന്നല്ലോ. റിവേഴ്സിന്റെ കാര്യം നമുക്കറിയാം. യു മൈറ്റ് see rivers and all. In rivers what happens, we know that during the rainy season when it rains heavily, water will flow so much in by high speed and all, isn't it? During rainy season, if you might have seen a river, you might have seen that rivers overflow and all. It is flow very speedily. But now the rainy season is over, so now it is not raining and the rivers have become very small, isn't it? Compared to the month of June, July, August and all, now the rivers are very small now. അല്ലേ? ഇപ്പൊ നമുക്കറിയാം മഴക്കാലത്ത് നന്നായിട്ട് നമ്മുടെ റിവേഴ്സ് ഒക്കെ ഓവർഫ്ലോ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ റിവേഴ്സ് ഒന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി വളരെ കുറച്ച് വെള്ളമുള്ള റിവറിലോ തോട്ടിലോ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ ഇങ്ങനെ ഉരുളൻ കല്ലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇനി ഈ റെയിനി സമയത്ത് നിങ്ങൾ മഴ നല്ലോണം പെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെയിൻ വാട്ടർ ഈസ് വെരി മഡി. ആഫ്റ്റർ ദ റെയിൻ ഇറ്റ് വിൽ ബി ക്ലീൻ, isn't it? How it becomes muddy at the time of raining? Because the rain water, as it flow from the hills, as it flow, it carry a lot of soil with that. മഴ പെയ്തിട്ട് കുന്നിൽ നിന്നൊക്കെ അവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്ന വെള്ളം എല്ലാം ഈ തോട്ടിൽ കൂടിയും പിന്നെ നദിയിലൂടെ ഒക്കെ ആയിട്ട് നദിയിലേക്കൊക്കെ എത്തുന്നത്, അല്ലെ? സോ ഇറ്റ് വിൽ ബി ക്യാരിങ് സോ മച്ച് ഓഫ് സോയിൽ. ഒരുപാട് മണ്ണ് കൊണ്ടാണ് വരുന്നത്. ദാറ്റ്സ് വാട്ട് ഡ്യൂറിങ് ദ റെയിൻ the sea water is brownish in color because the soil is there. So rivers and streams will carry a lot of soil with that. And not only soil, there will be small rocks also, small stones will be there, big ones also will be there. നിങ്ങൾ ഈ കഴിഞ്ഞ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലാന്ന് തോന്നുന്നു നിങ്ങൾ കണ്ടായിരുന്ന ഒരു ഉരുള പൊട്ടിയതൊക്കെ കണ്ടായിരുന്നു ടി വിയിൽ. എന്താ പുത്തുമലയോ അങ്ങനെ ഒരു സ്ഥലത്ത് ഇടുക്കി ഡിസ്ട്രിക്റ്റില് കണ്ടായിരുന്നോ? ടി വിയിലൊക്കെ കണ്ടോ? സി അപ്പോൾ നമ്മൾ കണ്ടത് എന്താ സ്ഥലത്തിന്റെ പേര്? പുത്തുമല. അങ്ങനെ കണ്ടത് പുത്തുമലയല്ല, പുത്തുമല കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു. ഈ വർഷം നമുക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റില് കുമ്മിലി മൂന്നാർ മലയുടെ അവിടെ എന്തോ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ ജോസി, എന്താ സ്ഥലത്തിന്റെ പേര്? അൺമ്യൂട്ട് ആൻസേ. പെട്ടിമുടി. പെട്ടിമുടി. ഓക്കെ. പുത്തുമല ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം സംഭവിച്ചാണ് പെട്ടിമുടി. ഓക്കെ, അത് നമ്മൾ കണ്ടായിരുന്നു. ആ പെട്ടിമുടി എന്ന് പറയുന്നത് വലിയൊരു മലയിൽ നിന്നാണ് ഉരുള് പൊട്ടിയത്. വലിയൊരു ഹിൽ ഏരിയ ആയിരുന്നു. ആ ഹിൽ ഏരിയയിൽ നിന്ന് ഉരുള് പൊട്ടി അവിടെ കുറെ വീടുകളും കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെ? ഈ ഉരുള് പൊട്ടിയതിന് ശേഷം ഉണ്ടായിരുന്നു കണ്ടില്ലേ എന്തുമാത്രം വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വന്നത്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള വലിയ റെയിനില് അല്ലെങ്കിൽ ബിഗ് ആൻഡ് സ്മോൾ ഏത് സൈസിലും ആയിക്കോട്ടെ, ബിഗ് ആയിക്കോട്ടെ സ്മോൾ ആയിക്കോട്ടെ, പല തരത്തിലുള്ള കല്ലുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഒഴുകി വരും. Then flowing rivers carry soil, sand, pieces of rock and clay into the sea. അപ്പൊ ഇതെല്ലാം കൂടെ ലാസ്റ്റ് ഒഴുകി എത്തുന്നത് എവിടെയായിരിക്കും? സീയിലാണ് കൂടുതലും എത്തുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ പറമ്പിലുള്ള വെള്ളം തോട്ടിലേക്ക് ഒഴുകി ചെല്ലുന്നു, തോടൊഴുകി റിവറിലേക്ക് ചെല്ലുന്നു, റിവർ ഒഴുകി സീയിലെത്തുന്നു, അല്ലെ? അപ്പം ഓൾമോസ്റ്റ് ഇതെല്ലാം വലിയ മഴയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാം സീയിലേക്ക് ചെല്ലുന്നു എന്നല്ല, ബിഗ് റോക്സ് ഒന്നും അങ്ങനെ പോകത്തില്ല. എങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും അതിലേക്ക് വീണ്ടും വെള്ളം വീഴുന്നു. it may break into pieces. Big rocks will break into pieces. How it will become the small one? If anything falls on it,
And if many times rains, means ഒന്നോ രണ്ടോ വർഷം കൊണ്ട് റോക്ക് സോയിൽ ആകുമെന്നല്ല കേട്ടോ. ഇറ്റ് വിൽ ടേക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് കൊണ്ടാണ് ഇത് പൊടിഞ്ഞ് ചെറിയ മണ്ണാകുന്നത്, ചെറിയ തരികളൊക്കെ ആകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫാർമേഴ്സ് ഒക്കെ വർക്ക് ചെയ്യും, പാറയൊക്കെ പൊട്ടിക്കും, അങ്ങനെയൊക്കെയാണ് ഇതാകുന്നത്. സോ ഹിയർ ഈ ഫ്ലോയിങ് റിവേഴ്സ് ക്യാരി സോയിൽ സാൻഡ് പീസസ് ഓഫ് റോക്സ് ആൻഡ് ക്ലേ ഇൻ ടു ദ സീ. ഇനി ഓൾ ദീസ് തിങ്സ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. ഇതെല്ലാം ഒഴുകി വന്നിട്ട് എവിടെ, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കോ വലിയ പാറയൊക്കെ? നോ, ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ ഇൻ ദ വാട്ടർ. അപ്പം വെള്ളത്തില് താഴെ സെറ്റിൽ ആകും. ജോസിക്കുട്ടിയെ വണ്ടി എടുത്തോണ്ട് വരണോ അങ്ങോട്ട്? ക്ലാസ് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, all these things settles at the bottom of the sea in the layers called sediment. എക്കൽ, അതായത് ഇത് പിന്നെ മണ്ണ് വെള്ളത്തിന്റെ അടിഭാഗത്തറിയാം. നമുക്കറിയാം, നമ്മളൊരു ഒരു ട്യൂബിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണ് കലക്കുക, എന്നിട്ട് കുറച്ച് സമയം അനക്കാതെ വെക്കുക. വാട്ട് ഹാപ്പൻസ് യു നോ? എന്ത് സംഭവിക്കും? ഈ മണ്ണെല്ലാം താഴോട്ട് ഊരിക്കിടക്കും അല്ലെ? ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണ് കലക്കുക, അപ്പൊ അത് മിക്സ് ആയിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അനക്കാതെ വെച്ചുകൊണ്ട് ഇഫ് യു വാച്ച് ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്സ്, nearly 10 or 20 minutes, you can see it has been sedimented down. താഴെ ഇതിങ്ങനെ അടിഞ്ഞു കൂടിയതായിട്ട് കാണാം അല്ലെ? ഓക്കെ, ലൈക്ക് ദ സെയിം വേ ഹിയർ ഓൾസോ. ഈ ഒഴുകി പോകുന്ന കല്ലും മണ്ണും എല്ലാം പോയിട്ട് കടലിലോ അല്ലെങ്കിൽ പിന്നെ റിവേഴ്സിലോ ഒക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും. എല്ലാം കടലിലോട്ട് പോകുകയല്ല, പക്ഷെ കുറച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്കിയുള്ള റിവേഴ്സിലും തോട്ടിലും ഒക്കെയാണ് എല്ലാ അടിയിൽ അടിഞ്ഞു കൂടി കിടക്കും. ഹെവി സെഡിമെന്റ്സ് like rocks, pebbles and gravels make up the bottom layer. The lightest sediment, mud, forms the topmost layer. Sand settles between the two layers. So ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത് 3 layers ആയിട്ടാണ്, 3 നിരകളായിട്ടാണ്. അതിൽ ഹെവി വൺസ്, വലിയ വലിയ കഷ്ണങ്ങൾ, വലിയ കല്ലുകള്, വലുതൊന്നും ഇത്ര വലിയ പാറയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ചെറുതാണെങ്കിൽ പോലും കനമുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുവിധം മുഴുത്തതല്ല ഏറ്റവും അടിയിൽ വരും. അതിന്റെ മേളില് തീരെ കനം കുറഞ്ഞ ഈ മണ്ണൊക്കെ പോലെയുള്ളത്, ചെളി മണ്ണൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. ഇനി സാൻഡ്, മണല്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കും കൂടെ കിടക്കും. അങ്ങനെ 3 ലേയേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഹെവി സെഡിമെന്റ്സ് ലൈക്ക് റോക്സ്, പെബിൾസ്, ഗ്രേവൽസ് മേക്ക് ദ ബോട്ടം, ഏറ്റവും ഡൗണില്. നമുക്കറിയാം കട്ടിയുള്ളത് ഏറ്റവും അടിയിലായിരിക്കും അല്ലെ? ഓക്കെ, അറ്റ് ദ ബോട്ടം ലെയർ. ദ ഹൈ ലൈറ്റസ്റ്റ് വൺ ഈസ് സെഡിമെന്റ്, മഡ്, അതായത് ചെളി, മണ്ണ്, അങ്ങനെയുള്ള കനം കുറഞ്ഞ സാധനങ്ങളൊക്കെ മേളിലും. Forms the topmost layer. Sand settles between the 2 layers. As time passes, more and more layers of sediments are deposited. The weight of the upper layer presses down on the lower ones. So next year also, and after that next year also, അങ്ങനെ ഓരോ വർഷം ചെല്ലുന്നത്, after years pass, as years pass, what happens? ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഈ വർഷം ഇത്രയും മണ്ണും വന്നുള്ളെങ്കിൽ അടുത്ത വർഷത്തെ മഴയ്ക്ക് ഇനിയും വരും അല്ലെ, ഒഴുകി വരും. Again next, after that next year also it will come like that way. പിന്നെ വർഷങ്ങൾ, ഓരോ വർഷങ്ങളിലും പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? As time passes, more and more layers of sediments are deposited. The weight of the upper layer presses down on the lower layer. അപ്പൊ ഈ വർഷത്തിന്റെ മണ്ണും ഒക്കെ അടിയിൽ, ഏറ്റവും അടിയിൽ പെബിൾസും സ്റ്റോൺസും ഒക്കെയാണ്. അതിന്റെ മേളിൽ മണല് കിടക്കുന്നു, പിന്നെ എന്താ പറയുക, ചെളിയും എല്ലാം കൂടി കിടക്കുന്നു. ഇനി ഇത് കഴിഞ്ഞു, അടുത്ത വർഷം മഴ പെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ നെക്സ്റ്റ് ഇയർ ഓൾസോ ഇറ്റ് വിൽ കം ലൈക്ക് ദാറ്റ് വേ. അപ്പൊ എന്ത് ചെയ്യുന്നു? എഗെയിൻ ഇതേ കണ്ടീഷനിൽ തന്നെ അടുത്ത വരുന്ന മണ്ണല്, വലിയ കല്ലുകളൊക്കെ ഇപ്പൊ ഉള്ള മണ്ണിന്റെ മേളിലായിട്ടായിരിക്കും വീഴുന്നത് അല്ലെ? അങ്ങനെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടും. ബിക്കോസ് എവറി ഇയർ so much of sand, soil, then rocks and all will be going on coming like this continuously. Then the weight will be increasing. Then what happens? ഇത് മേളിലുള്ളതിന്റെ വെയിറ്റ് വന്ന് അടിയിലുള്ളത് എന്താവുന്നു? അത് പിന്നെ എങ്ങും പോകുന്നില്ല, അത് അവിടെ തന്നെ സെറ്റിലായി അല്ലെ? അങ്ങനെ ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നത്? അങ്ങ് അമിഞ്ഞു പോകും അല്ലെ? As time passes, more and more layers of sediments are deposited. The weight of the upper layers, ഏറ്റവും മുകളിലുള്ളതിന്റെ വെയിറ്റ് അതിന് താഴത്തെ വെയിറ്റ്, അങ്ങനെ ഏറ്റവും അടിയിലുള്ളതിന്റെ വെയിറ്റ് അപ്പോഴത്തേനും താങ്ങാൻ പറ്റാതെയാവും അല്ലെ? നിങ്ങൾ എന്തായാലും ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും വെയിറ്റ് ഉള്ളത് നിങ്ങൾ ഏറ്റവും അടിയിലാണ് വെക്കുന്നത് അല്ലെ?
അതിന് മേളിലേക്ക് latest one അങ്ങനെ ഓരോന്ന് അതിനേക്കാൾ കനം കുറഞ്ഞത് അടുത്ത് വെക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ടോപ്പിലുള്ള സാധനം അതായത് തീരെ വെയിറ്റ് കുറഞ്ഞ സാധനം ഏറ്റവും അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിറ്റ് ഉള്ളത് if we keep on the top it cannot bear the weight of those things, isn't it? താഴെയുള്ളതിന് ഇതിന്റെ ഒന്നും ഭാരം താങ്ങാതെ പൊട്ടിപ്പോകും, നശിച്ചു പോകും. ഇവിടെ അതുപോലെ സംഭവിക്കും. Over hundreds of thousands of years, the lower layer slowly hardens and forms sedimentary rocks. അങ്ങനെ അമിഞ്ഞ് ഏറ്റവും ഫസ്റ്റ് വന്നത് ഒരു hundreds and thousands of years കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് എന്താകും, പാറയായി പോകും. മനസ്സിലായോ നിങ്ങൾക്ക്? സെഡിമെന്ററി റോക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? അതായത് when it rains or the rainwater carries rocks, pebbles, soils, sand and all as it flows, then it will be deposited in the sea or in the rivers and all. So usually when these are sedimented means the heaviest one, that means the rocks, pebbles and all will settle down, and over that the soil will settle down and sand in between them. Next year again it comes, again another rocks and all will come. അത് ഇതിന്റെ മേളിൽ സെറ്റിൽ ആകും. അങ്ങനെ ഇയേഴ്സ് കഴിയുമ്പോൾ ഈ മേളിൽ വരുന്നതിന്റെ വെയിറ്റ് കൂടി ഏറ്റവും അടിയിൽ കിടക്കുന്നത് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അങ്ങനെ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഏറ്റവും അടിയിൽ ആദ്യം ഉണ്ടായിരുന്ന സംഭവം ഇപ്പൊ അങ്ങനെ ഹാർഡായി it will become a rock. Not within 1 year or 2 years or 3 years. It will take hundreds or thousands of years. മനസ്സിലായോ? കുറേ വർഷങ്ങൾ കൊണ്ടേ ഇങ്ങനെ സംഭവിക്കുള്ളൂ. Okay. That is sedimentary rocks. Over hundreds and thousands of years, to lower layers slowly harden and form sedimentary rocks. It is possible to see the different layers of sediment